അൽഹംദുലില്ലാ ഇവിടെ എല്ലാവർക്കും സുഖാണ് കുട്ടിയെ. എന്തൊക്കെ ഉമ്മാടെ കുട്ടികളെ പാട്? സുഖാണമ്മ, ഇങ്ങനെ പോണു. അൽഹംദുലില്ലാ. അല്ല, കാക്ക വിളിച്ചിരുന്നില്ലേ? ഇന്നലെ ഉറങ്ങും മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോ ഇൻഷാ അല്ലാ നാളെ രാത്രി ആകുമ്പോഴത്തേനും ഇങ്ങോട്ട് എത്തുമല്ലോ. ഇപ്പൊ എന്ത്? ഓക്കെ അമ്മ, എന്നാ ഞാൻ വൈകിട്ട് വിളിക്കണ്ട കേട്ടോ. എന്നാ അമ്മാടെ കുട്ടി കിടന്നോളി, രാത്രി ഉറങ്ങാൻ പറ്റാത്തല്ലേ. വലൈക്കും അസ്സലാം. വെച്ചാളെന്നാല് രാത്രി പണി ആവുമ്പോഴേ പകലല്ലേ ഒന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇപ്പൊ മീൻ വാങ്ങി വന്നു തോന്നണേ. ഉമ്മാടെ ഫോൺ എടുക്കണ്ടല്ലോ ഉമ്മ. ഞാൻ എടുക്കണോ? എടുത്തോക്കെ. ഇപ്പൊ പീരീഡ് വിളിച്ചേക്കാരോ. കുറച്ച് ചെറിയുള്ളി വാങ്ങാൻ പറഞ്ഞാലട്ടാ. കട്ടായല്ലോ. കുഞ്ഞോളാണല്ലോ ഉമ്മ. ഞാൻ എടുക്കാൻ ചെന്നപ്പോതിനും കട്ടായി. നോക്കി. ഇനിയിപ്പൊ അതെന്ത് പുതിലിനാണാവോ. ഇതില് ഫോണെന്ന് വിളിച്ചപ്പോ തന്നെ ഇന്നേറ്റ് ഒന്നും രണ്ടും പറഞ്ഞിട്ട് ഫോണ് വെച്ചതാണ് അവള്. ഇനിയിപ്പോ ഇത് എന്ത് വെക്കാനുണ്ടാക്കാനാണാവോ. എന്തിനാന്നറിയില്ലല്ലോ. നിങ്ങളൊന്ന് വിളിച്ചോക്കി. ഹലോ. അവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ വിചാരിച്ചു മരിയക്കള് വന്ന സന്തോഷത്തിലേ ഇപ്പൊ മകളെ ഫോൺ എടുക്കാൻ കൂടി നേരമില്ലാന്ന്. ആടി സന്തോഷം തന്നെയാണ്. അതിന്റെ അടുത്ത് ചിലപ്പോ എന്റെ ഫോൺ എടുക്കാൻ പറ്റിയെന്നൊന്നും കൂടൂല. ഇവിടെ എന്റെ മക്കളെ എന്റെ പൊന്നു പോലെയാണ് നോക്കണത്. ചെറിയ മരുകൾ നാട്ടിലില്ലാഞ്ഞ നന്നായി. അല്ലാന്നുണ്ടെങ്കിലേ പൊന്നിന്റെ മാറ്റി നോക്കാനൊന്നും പറഞ്ഞിട്ട് ഇടക്കെടുത്തോളം വെറുതെ നോക്കിയാനെ. ഇജ് വിളിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാണ് എന്തെങ്കിലും കുനിച്ചു പറയാനാ ഇജ് വിളിക്കണ്ടാവുകയാണ്. ആ പെണ്ണ് പോണെന്ന് അന്നോട് വിളിച്ചപ്പോ ചെണ്ടെന്ന് വന്നോക്കാഞ്ഞത്. ഓള് പോണത് കാണാനേ എന്റെ പട്ടി വരും. ഇജു എന്റെ പട്ടിയും വന്നാലും ഇല്ലെങ്കിലും ഇവിടെ ഒന്നിനും ഒരു മുടക്കും വന്നിട്ടില്ല. അല്ലെങ്കിൽ ഉമ്മാക്ക് പിന്നെ പറ്റൂലല്ലോ. ഞാൻ ഒന്നിനും വരണമില്ല. ഞാൻ ഒരു കാര്യം അറിഞ്ഞ് അത് സത്യം അറിയാൻ വേണ്ടിട്ടാ ഞാൻ ഇപ്പൊ വിളിച്ചത്. എന്ത് കാര്യമാണാവോ അറിഞ്ഞത്? ഇമ്മ വീട് വലിയക്കാക്കൊക്കെ എഴുതി കൊടുക്കാൻ പോവാണോ? ആണെങ്കിൽ അനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ഇജിപ്പ അതറിയാൻ വേണ്ടിട്ടാ വിളിച്ചത്. ഞാനും ഉമ്മാടെ മകളെന്നല്ലേ. അങ്ങനെ വീട് ഒറ്റക്ക് വലിയക്കാക്കാണ്ട് കൊടുക്കാനൊന്നും പറ്റൂല.